ഹായ് സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി S6 മാത്തമാറ്റിക്സിൻ്റെ എലക്റ്റീവ് പേപ്പറാണ് ഗ്രാഫ് തിയറി. എലക്റ്റീവ് പേപ്പർ പല കോളേജിലും പലതായിരിക്കും, മിക്ക കോളേജിലും ഗ്രാഫ് തിയറിയാണ്. അപ്പോൾ ഗ്രാഫ് തിയറിക്കകത്ത് നമുക്ക് 2 മോഡ്യൂളാണ് പഠിക്കാനുള്ളത്. വളരെ ഈസിയാണ്, കുറേ ഡെഫിനിഷൻസ് ഉണ്ട്, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഈസിയാണ്. അതിൻ്റെ എക്സാമ്പിൾസ്, പിന്നെ കുറച്ച് തിയറം പ്രൂഫ്, അത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഇപ്പോൾ ഗ്രാഫ് ഫസ്റ്റ് മോഡ്യൂളിനകത്ത് ഗ്രാഫ് എന്താണ്, എൻ്റെ ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻസ്, വെർട്ടെക്സ് എന്താണ്, വെർട്ടെക്സ് ഡിഗ്രി, എഡ്ജ്, സബ് ഗ്രാഫ്സ്, പാത്ത് എന്താണ്, സൈക്കിൾ എന്താണ്, മെട്രിക്സ് റെപ്രസെൻറ്റേഷന്, ഫ്യൂസിങ് ഗ്രാഫ്സ്, ട്രീസ്, കണക്റ്റീവ്, ട്രീസിൻ്റെ പ്രോപ്പർട്ടീസ്, ബ്രിഡ്ജസ്, സ്പാനിങ് ട്രീസ്, കട്ട് വെർട്ടീസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മോഡ്യൂൾ 2-നകത്ത് ഓയിലർ ടൂർ, ഹാമിൽട്ടോണിയൻ സൈക്കിള്, ഫ്ലൂറി അൽഗരിതം, അത് വേണമെന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം, ദ 2 ഒപ്റ്റിമൽ അൽഗരിതം, ക്ലോസസ്റ്റ് ഇൻസേർഷൻ അൽഗരിതം വേണമെന്നില്ല, അതൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ പ്ലനാർ ഗ്രാഫ്, പ്ലെയിൻ ഗ്രാഫ് എന്താണ്, പ്ലനാർ ഗ്രാഫ് എന്താണ്, ഓയിലർ ഫോർമുല, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാം, പ്ലാറ്റോണിക് ബോഡീസ്, ക്രോസ്കീസ് തിയറം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, പ്രൂഫ്. അപ്പോൾ ഇതിനകത്ത് ഗ്രാഫ് എന്താണ്, ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്താണ്, കംപ്ലീറ്റ് ഗ്രാഫ് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി എൻ്റെ പ്ലേലിസ്റ്റിനകത്തെ, അതിനകത്ത് ഗ്രാഫ് തിയറി എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്ത് കയറി നോക്കിയാൽ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്നും പറഞ്ഞ് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് 2 വർഷം മുമ്പ്, നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അല്ലാതെ ഗ്രാഫ് തിയറി ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യമെല്ലാം അവിടെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് കാണുക കേട്ടോ. അതിൽ കൂടുതലൊന്നും പറയാനില്ല, അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രാഫ് എന്താണ്, അപ്പം ഒരു കംപ്ലീറ്റ് ഗ്രാഫ് KN എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. KN എത്ര എഡ്ജസ് ഉണ്ട്, എത്ര വെർട്ടീസസ് ഉണ്ട്. ഇപ്പോൾ K4 അതിന് എത്ര എഡ്ജ് ഉണ്ട്, എത്ര വെർട്ടീസ് ഉണ്ട്, അത് പഠിക്കുക. പിന്നെ കോംപ്ലിമെൻ്ററി, സെൽഫ് കോംപ്ലിമെൻ്ററി, അതൊക്കെ എന്താണ്. ബൈപാർട്ടേറ്റ്, അതിൻ്റെ അവിടെയൊക്കെ വലിയ തിയറംസ് ഉണ്ട്, അത് പഠിക്കണം. ട്രീസ്, കണക്റ്റ് സൈക്ലിക് ഗ്രാഫാണ്. ട്രീസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് തിയറം ഉണ്ട്. N വെർട്ടെക്സ് ആണെങ്കിൽ N-1 എഡ്ജസ് ആണ്. പിന്നെ ഓയിലർ ഗ്രാഫ് എന്ത്, എല്ലാ എഡ്ജസ്, ഹാമിൽട്ടോണിയൻ ആകുമ്പോൾ എല്ലാ വെർട്ടീസസും, അത് മനസ്സിലാക്കി പഠിക്കുക. പാത്ത് എന്താണ്, സൈക്കിൾ എന്താണ്, ടൂർ എന്താണ്. പിന്നെ ഓയിലർ ഫോർമുല, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാം. പ്ലെയിൻ ഗ്രാഫ്, പ്ലനാർ ഗ്രാഫ്, അവിടെ നോൺ പ്ലനാർ ഗ്രാഫിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്, അതിൻ്റെ തിയറംസ്, K33, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അത് പഠിക്കുക. പിന്നെ നമ്മുടെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിക്കുക. അതിൻ്റെ പ്രൂഫില്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലത്തിനകത്തും ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിനകത്തും എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ, അത് നല്ല വൃത്തിക്ക് പഠിച്ചാൽ മതി. അതിനകത്ത് വീണ്ടും ഡെഫിനിഷൻ ഉണ്ട്. ബ്രിഡ്ജ് എന്താണ്, കട്ട് വെർട്ടെക്സ് എന്ന് വെച്ചാൽ എന്താണ്, കട്ട് എഡ്ജ് എന്താണ്, ആ കാര്യങ്ങൾ. അപ്പോൾ ആ പഴയ പ്ലേലിസ്റ്റ് കയറി ആ കാര്യം നല്ല വൃത്തിക്ക് കാണണം കേട്ടോ. ഈ വീഡിയോ മാത്രമായിട്ട് നോക്കുവാണെങ്കിൽ ഇതിനകത്തൊന്നും പറയുന്നില്ലെന്നോ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ആ പഴയ വീഡിയോ ഒന്ന് ജസ്റ്റ് കയറി കണ്ടാൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.